ഗർഭപാത്രത്തിൽ യൂട്രസ് കാണപ്പെടുന്ന അസാധാരണമായ വളർച്ചകളാണ് ഫൈബ്രോയിഡുകൾ, യൂട്രൈൻ ഫൈബ്രോയിഡ്സ്. ഇവ സാധാരണയായി ക്യാൻസർ അല്ലാത്ത മുഴകളാണ്. ഫൈബ്രോയിഡുകൾ ഉണ്ടാകാനുള്ള കൃത്യമായ കാരണം എന്താണെന്ന് ശാസ്ത്രീയമായി ഇന്നും പൂർണ്ണമായി വ്യക്തമല്ല. എങ്കിലും ഇതിന് കാരണമായേക്കാവുന്ന പ്രധാന ഘടകങ്ങൾ താഴെ പറയുന്നവയാണ്. 1. ഹോർമോണുകൾ. ഹോർമോൺസ്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സ്ത്രീകളിലെ ഹോർമോണുകളായ ഈസ്ട്രോജൻ, എസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ എന്നിവയാണ്. ഈ ഹോർമോണുകൾ ഗർഭപാത്രത്തിന്റെ ഭിത്തികൾ വളരാൻ സഹായിക്കുന്നവയാണ്. ഇവയുടെ അളവ് കൂടുമ്പോൾ ഫൈബ്രോയിഡുകൾ വളരാനുള്ള സാധ്യതയേറുന്നു. അതുകൊണ്ടാണ് ഗർഭകാലത്ത് ഫൈബ്രോയിഡുകൾ പെട്ടെന്ന് വളരുന്നതും ആർത്തവ വിരാമത്തിന് മെനോപോസ് ശേഷം ഇവ ചുരുങ്ങുന്നതും. 2. പാരമ്പര്യം, ജെനറ്റിക്സ്. കുടുംബത്തിൽ ആർക്കെങ്കിലും അമ്മയ്ക്കോ സഹോദരിക്കോ ഫൈബ്രോയിഡ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വരാനുള്ള സാധ്യത കൂടുതലാണ്. ജനിതകപരമായ മാറ്റങ്ങളും ഇതിന് കാരണമാകാം. 3. അമിതവണ്ണം, ഒബസിറ്റി. ശരീരഭാരം കൂടുതലുള്ള സ്ത്രീകളിൽ ഫൈബ്രോയിഡ് വരാനുള്ള സാധ്യത കൂടുതലാണ്. കൊഴുപ്പ് കോശങ്ങൾ, ഫാറ്റ് സെൽസ്, ഈസ്ട്രജൻ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ഫൈബ്രോയിഡ് വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു. 4. ഭക്ഷണരീതി, ഡയറ്റ്. റെഡ് മീറ്റ്, ബീഫ്, മട്ടൺ തുടങ്ങിയവ, ഹാം എന്നിവ കൂടുതലായി കഴിക്കുന്നത് ഫൈബ്രോയിഡ് സാധ്യത കൂട്ടിയേക്കാം. പച്ചക്കറികൾ, പഴങ്ങൾ, പാലുൽപ്പന്നങ്ങൾ എന്നിവ കുറവുള്ള ഭക്ഷണരീതിയും ഒരു കാരണമാകാം. മദ്യപാനം ഫൈബ്രോയിഡ് സാധ്യത വർദ്ധിപ്പിക്കുന്നതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. 5. മറ്റ് കാരണങ്ങൾ. നേരത്തെയുള്ള ആർത്തവം. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ആർത്തവം ആരംഭിക്കുന്നത് ഫൈബ്രോയിഡ് വരാനുള്ള സാധ്യത കൂട്ടുന്നു. വിറ്റാമിൻ ഡി കുറവ്. ശരീരത്തിൽ വിറ്റാമിൻ ഡിയുടെ അളവ് കുറയുന്നത് ഫൈബ്രോയിഡ് വളർച്ചയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്? പലരിലും ഫൈബ്രോയിഡുകൾ യാതൊരു ലക്ഷണവും കാണിക്കാറില്ല. എന്നാൽ താഴെ പറയുന്ന ലക്ഷണങ്ങൾ കണ്ടാൽ ഡോക്ടറെ കാണേണ്ടതാണ്. അമിതമായ രക്തസ്രാവം, ആർത്തവ സമയത്ത് കഠിനമായ വേദന, അടിവയറ്റിൽ ഭാരം അല്ലെങ്കിൽ മുഴപ്പുള്ളതായി തോന്നുക, ഇടയ്ക്കിടെ മൂത്രമൊഴിക്കാൻ തോന്നുക. നിങ്ങൾക്ക് ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് സ്കാനിംഗ് നടത്താവുന്നതാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടോ?